അപ്പൊ ദേഷ്യം എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഇമോഷനാണ്. അപ്പൊ ഈ നെഗറ്റീവ് ഇമോഷൻ വരാനുള്ള കാരണം ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ തോട്ട് വാട്ട് യു ആർ ക്യാരി. നിങ്ങളുടെ ഉള്ളിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ, അതാണ് നിങ്ങളുടെ ഹാപ്പിനെസ്സിനെ മറയ്ക്കുന്നത്. അപ്പൊ ആ തോട്ടിനെ അങ്ങോട്ട് ന്യൂട്രലൈസ് ചെയ്താൽ മതി. എന്താണ് തോട്ട്? ആർക്കിനും പറയാവോ? ദേഷ്യം വരാനുള്ള തോട്ട് എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ ആ തോട്ട് കണ്ടുപിടിക്കുക. ഐ വിൽ ഹെൽപ്പ് യു ടു ഫൈൻഡ് ഔട്ട് ദ തോട്ട്. ആർക്കെങ്കിലും ജീവിതത്തിൽ നമ്മള് ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലല്ല നമ്മൾ ഇതിന്റെ ഉദ്ദേശിക്കുന്ന പറയുമ്പോ നമുക്കിന്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓ ആ സംസാരിക്കുന്ന ആള് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അനുഭവം പറയണം. എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, എനിക്ക് ദേഷ്യം ഉണ്ടായി. ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സംബഡി എൽസ്. എൻ്റെ സ്വന്തം കാര്യം പറഞ്ഞു മാത്രമേ യു വിൽ ബി ഏബിൾ ടു സോൾവ് യുവർ പ്രോബ്ലം. കാരണം നമ്മുടെ NLPയുടെ ബേസിക് എന്ന് വെച്ചാൽ വി വിൽ നെവർ ടോക്ക് ഫോർ സംബഡി എൽസ്, വി വിൽ ബി ടോക്കിംഗ് അവർ ഓൺ പ്രോബ്ലം. ഇറ്റ് ഈസ് കോൾഡ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്. എനിക്ക് എൻ്റെ ഇഷ്യൂ ആണ് ഞാൻ സോൾവ് ചെയ്യുന്നത്. മറ്റൊരാളുടെ ഇഷ്യൂ ഞാൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഓക്കെ, അതാണ്. അപ്പം എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈ സംസാരിക്കുന്ന ആളിന് ഉണ്ടായ ദേഷ്യം, അതിനെപ്പറ്റി പറയണം. ഇന്ന കാരണത്താൽ എനിക്ക് ദേഷ്യം വന്നു എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ഐ വിൽ ഹെൽപ്പ് യു ഹൗ ടു സോൾവ് ഇറ്റ്. പറയാമോ? ഓക്കെ. ഉം. ഞാൻ എൻ്റെ മകള് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ആ. അപ്പൊ ആളോട് നമ്മൾ ഗോളിനെ കുറിച്ചും കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ ഉം. ഒന്നുമില്ലെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കും, ഒന്നും പറയൂല. ഉവ്വ. അതല്ലെങ്കിൽ ഒന്നുമില്ല, എനിക്ക് അറിയില്ല എന്ന് പറയും. ഉം. അപ്പൊ അങ്ങനെ പറയുന്ന സന്ദർഭത്തിൽ ഞാൻ എന്താണ് ദേഷ്യപ്പെടാറുണ്ട്. ഒന്നുമില്ല എന്തെങ്കിലും റിപ്ലൈ തരണം, ഓക്കെ. ഒന്നുമില്ല എനിക്ക് സാറെ ആ സാറ് പറഞ്ഞ കാര്യം ക്ലിയറായി. അപ്പോ ആ സാറിന് എന്താണ് ആ ലാംഗ്വേജ് ഉള്ളിൽ, സാറിൻ്റെ ഉള്ളിൽ നടക്കുന്നത്? മകളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്തപ്പം മകളിൽ നിന്നും പ്രതീക്ഷിച്ച ഒരു ഒരു റിസൾട്ട് താങ്കൾക്ക് കിട്ടിയില്ല, അല്ലേ? അതല്ലേ? അതെ അതെ അത് തന്നെ. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എൻ്റെ മകള് പെരുമാറിയില്ല, അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നെന്നാണ് ഉള്ളിലൊരു ലാംഗ്വേജ് വന്നത്. അത് ശരിയാണോ? അതെ അത് തന്നെയാണ്. ഇതാണ്. അപ്പൊ താങ്കളുടെ ഉള്ളിൽ വന്ന ഒരു ലാംഗ്വേജ് ഇങ്ങനെയാണ്: ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എൻ്റെ മകള് റെസ്പോണ്ട് ചെയ്തില്ല എന്നാണ് ഒരു ലാംഗ്വേജ് ഉള്ളിൽ കിടക്കുന്നത്, അല്ലേ? അതൊന്നുകൂടെ ശ്രദ്ധിച്ച്, അത് തന്നെയല്ലേ? അതെ അത് തന്നെയാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ എൻ്റെ ചോദ്യം ഇതാണ്: താങ്കൾ പ്രതീക്ഷിച്ചതുപോലെ മറ്റുള്ളവർ പ്രവർത്തിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അത് നിർബന്ധമല്ല, പക്ഷെ ഇത് കുട്ടികളുടെ ഭാവിയെ കുറിച്ചാണ് നമുക്ക് അല്ലല്ല, റെസ്പോൺസിബിലിറ്റി പക്ഷേ വരാനുള്ളൂ. ഇല്ല, ഈ കൗൺസിലിങ്ങിനകത്ത് ചോദ്യങ്ങളുടെ ഉത്തരം പറയാമെന്ന് മാത്രമല്ല, പക്ഷേയൊന്നുമില്ല. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ എൻ്റെ മകളോ എൻ്റെ അപ്പനോ എൻ്റെ റിലേറ്റീവോ നാട്ടുകാർ ആരെങ്കിലും പ്രവർത്തിച്ചാൽ, അവരങ്ങനെ പ്രവർത്തിച്ചാന്നല്ല കാര്യം, പക്ഷെ എപ്പോഴും പ്രവർത്തിക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഇല്ല ഇല്ല. ഇല്ല. അപ്പോൾ താങ്കളുടെ ലാംഗ്വേജിൽ വന്ന തകരാറ് എന്താണെന്ന് വെച്ചാൽ, താങ്കളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ലാംഗ്വേജ് എപ്പോഴും താങ്കൾ കൊണ്ടു നടക്കുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ഞാനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നവരൊക്കെ പ്രവർത്തിക്കണം എന്നൊരു ലാംഗ്വേജ് കിടപ്പുണ്ട്. അതാണ് പ്രശ്നം ഉണ്ടാക്കിയത്, അല്ലേ? അതെ അതെ. അതെ. അപ്പൊ ആ ലാംഗ്വേജിനെ ഒന്ന് മാറ്റി എഴുതിക്കേ. എങ്ങനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ പ്രശ്നം, താങ്കൾക്ക് ദേഷ്യം വരാതിരിക്കുന്നു ഒന്ന് കണ്ടുപിടിക്കാമോ? താങ്കൾക്ക് ദേഷ്യം വരാതിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ലക്ഷ്യം. അപ്പൊ ആ ലാംഗ്വേജ്, ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ മകള് പ്രവർത്തിക്കണം എന്നുള്ള ലാംഗ്വേജ് ഇപ്പൊ കിടപ്പുണ്ട്. അതിന് പകരം വേറെ ലാംഗ്വേജ് എഴുതാണ്. അത് എഴുതി കഴിഞ്ഞാൽ താങ്കൾക്ക് ആ കുട്ടി എങ്ങനെ പ്രവർത്തിച്ചാലും താങ്കൾക്ക് ദേഷ്യം വരത്തില്ല. അങ്ങനത്തെ ഒരു ലാംഗ്വേജ് എഴുതാൻ പറ്റുമെന്ന് നോക്കിക്കേ. അല്ല അങ്ങനെ ഇതിൽ നമ്മള് നെവർ മൈൻഡ് ആയിട്ട് വിടാറുള്ളൂ. അവരായത് പാടെ. അതാ പറഞ്ഞത്. ഈ ദേഷ്യം മാറ്റണം എന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. താങ്കൾ തന്നെ ശ്രമിച്ചെങ്കിൽ ദേഷ്യം മാറ്റണമില്ലെന്നുള്ളത് താങ്കൾ തീരുമാനിച്ചോണം. ദേഷ്യം മാറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല.
സോ ലൈഫ് ടൈം നിങ്ങൾ എപ്പോഴും ആരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ദേഷ്യം വന്നുകൊണ്ടിരിക്കും. അതല്ല, എനിക്ക് എന്നിൽ നിന്ന് ഈ ദേഷ്യം മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ലാംഗ്വേജ് നിങ്ങൾ മാറ്റി എഴുതിയേ പറ്റും. അപ്പൊ ചോദ്യം ഇതാണ്, ഡു യു വാണ്ടഡ് ടു കം ഔട്ട് ഓഫ് യുവർ ആങ്കർ? അതാണ് ചോദ്യം. ഇല്ലെങ്കിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. എന്തിനാ വെറുതെ സമയം അതെ കളയുന്നത്? അതെ അപ്പോൾ അതെ. താങ്കളെ ഞാൻ പറയുന്ന ഒരു ലാംഗ്വേജ് എഴുതാൻ പറ്റുമെങ്കിൽ താങ്കളുടെ ആ ദേഷ്യം മാറിയിരിക്കും. അതായത് ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ ആരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ അത് എപ്പോഴും കിട്ടണമെന്ന് നിർബന്ധമില്ല എന്നൊരു ലാംഗ്വേജ് എഴുതി വെച്ചാൽ മതി. ഞാൻ ഉം. ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രതീക്ഷിച്ചിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, പക്ഷെ അത് എപ്പോഴും കിട്ടണമെന്ന് നിർബന്ധമില്ല എന്നൊന്ന് എഴുതി വെച്ച്. ആരാണ് ഇപ്പൊ പറഞ്ഞ ആളുടെ പേര് പറഞ്ഞ്, സാറിന്റെ പേര് പറഞ്ഞ്? ജലീൽ ജലീൽ. ആ, ജലീല വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാവോ? ആ, ജലീലൊന്ന് ചാരിയിരുന്ന്. ഞാൻ ബെഡിലെ. ആ, ബാക്ക് റെസ്റ്റ് ഉള്ള കസേരയുണ്ടോ? ഉണ്ട്. ആ, അങ്ങനെ അത് ഇട്ടിട്ടൊന്ന് ഇരുന്നേ. ഓക്കെ. ഇനി ഇത് മൊബൈൽ ഫോണാണോ? അതെ. അതൊന്ന് ഹൊറിസോണ്ടൽ ആക്കാവോ? ഓ, വെരി ഗുഡ്. ഇനി ആ മുഖം ഒന്ന് കാണിച്ച്. മുഖം മാത്രം കണ്ടാൽ മതി, ശരീരം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആ, ഓക്കെ, ചാരി ഇരുന്നോളൂ. കൈയും കാലും നേരെ വെക്കാവോ? ആ, നേരെ വെക്കും എന്ന് പറഞ്ഞാൽ ക്രോസ് ചെയ്യരുത്. എന്നിട്ട് ആ, ക്ലോസ് ചെയ്തല്ല. ക്രോസ് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ആ, ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് ഇരുന്നിട്ട് ഒന്ന് കണ്ണടച്ചേ. ഉം. കണ്ണടച്ച് ഇനി മൂടുകയൊന്നും വേണ്ട, പറയുന്ന പോലെ ചെയ്താൽ മതി. കണ്ണടച്ചിട്ട് ബ്രീത്തിങ്ങിനെ ഒന്ന് ശ്രദ്ധിക്കണം. ബ്രീത്തിങ്ങിനെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ വയറ് താഴുന്നത് പൊങ്ങുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഞാനെന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ അത് ജലീലിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത് കേട്ടോ, അത് ഓർത്തണം. ഓക്കെ, ഞാൻ ഇപ്പോൾ ബ്രീത്ത് ചെയ്യുന്നു. എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ദേഷ്യം പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഇതങ്ങ് കണ്ണടച്ചിട്ട് ചാരി ഇരുന്നിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഐ ആം ബ്രീത്തിങ് നൗ. ഐ ക്യാൻ ഫീൽ മൈ സ്റ്റൊമക്കോ ചെസ്റ്റോ. ഐ ക്യാൻ ഫീൽ മൈ സ്റ്റൊമക്ക് മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ. The same time, lot of thoughts are coming and going. Let the thoughts come and go. I am observing my body breathing. I have a body and a mind. Thoughts are coming in my mind, and my body is breathing. I observe my body breathing. Now I am different from my body. I am observing my body breathing. My chest is moving up and down. I am slowly relaxing.
Normally, I expect lot of things from others. And if they don't come to my expectation, I become angry. So the thought in me is that others should do whatever I expect. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ അവർ പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞാൽ അത് അവരനുസരിക്കണം. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ അവർ പ്രവർത്തിക്കണം. ഉദാഹരണത്തിന് ഞാൻ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ആ ടൈമിൽ അവർ തിരിച്ചു തരണം. ഞാൻ മറ്റുള്ളവരോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ അവർ പ്രവർത്തിക്കണം. ഒരാളുടെ ഒരു സമയത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വന്നില്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ടൈമിൽ അവർ വരണം. ഇങ്ങനെ പല കാര്യങ്ങളിലും എനിക്ക് ചില പ്രതീക്ഷകളുണ്ട്. ഒരു ബസ് വരുമ്പോൾ കൈ കാണിക്കുകയാണെങ്കിൽ അവിടെ അവർ നിർത്തണം. കാരണം എനിക്ക് കൈ കാണിക്കാനുള്ള അവകാശമുണ്ടല്ലോ. ബസ് ഞാൻ കൈ കാണിച്ചാൽ നിർത്തണമല്ലോ. പക്ഷെ അത് എപ്പോഴും നിർത്തണം എന്ന് നിർബന്ധമില്ല. പല കാരണങ്ങളാൽ അവർ നിർത്താതെ പോയെന്ന് വരും. പല കാരണങ്ങളും ഞാൻ പറയുന്ന പോലെ അവർ പ്രതീക്ഷിച്ചെന്ന് വരും. അവർക്ക് അവരുടേതായ ഇഷ്യൂസ് കാണും. ചിലപ്പം നമ്മളൊരാളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഉത്തരം അവർ തരണം നിർബന്ധമില്ല. ചിലപ്പം നമ്മളോട് വലിയ താല്പര്യം കാണുകയില്ല. നമ്മളോട് ചിലപ്പോൾ അവർക്ക് ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ നമ്മളോട് ചിലപ്പോൾ ചില അവജ്ഞകളൊക്കെ കാണുമായിരിക്കും. എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പലപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ മറ്റുള്ളവർ പ്രവർത്തിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് ദേഷ്യം വരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒരു ലാംഗ്വേജ് ഇതാണ്: ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ മറ്റുള്ളവർ പ്രവർത്തിക്കണം. അങ്ങനെ ഒരു ലാംഗ്വേജ് എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യണം. ഞാൻ വേറൊരു ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. എപ്പോഴും അവർ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ പ്രവർത്തിക്കണം നിർബന്ധമില്ല എന്നൊരു ലാംഗ്വേജ് അങ്ങ് ക്രിയേറ്റ് ചെയ്തെന്ന് കൂട്ടിക്കോളും. ആദ്യത്തെ ലാംഗ്വേജ് എടുത്ത് കളയുന്നു. അതിന് പകരം വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് അനദർ ലാംഗ്വേജ്. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ എപ്പോഴും മറ്റുള്ളവർ പ്രവർത്തിക്കണം നിർബന്ധമില്ല. അങ്ങനെ ഒരു ലാംഗ്വേജ് ഇത് വെച്ച് നോക്കിക്കേ. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ പ്രവർത്തിച്ചാലും കുഴപ്പമില്ല, ഞാൻ പ്രതീക്ഷിക്കുന്നതിന് ഇത് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാലും എനിക്ക് കുഴപ്പമില്ല. കാരണം എൻ്റെ ചിന്തയ്ക്ക് അനുസരിച്ചാണ് അവർ പെരുമാറിയത്. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ചെയ്യണം നിർബന്ധമില്ലെന്നേ. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരുന്നു. പക്ഷെ പലപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന സമയത്ത് തിരിച്ചു തരണമെന്നോ ചിലപ്പോൾ ഒരിക്കലും തിരിച്ചു തരണമെന്നോ നിർബന്ധമില്ല. നിങ്ങൾക്കത് മേടിച്ചെടുക്കാനുള്ള വഴികളൊക്കെ നമുക്ക് നോക്കാം. പക്ഷെ അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. കേസ് കൊണ്ടേ കൊടുക്കാം, അല്ലെ വേറെ ആളെ കൊണ്ട് പറയിപ്പിക്കാം. ഇതാണ് കാര്യം. ഇതിന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് പുറമേയുള്ള കാര്യങ്ങൾ, ഒന്ന് അകമേയുള്ളത്. അകമേയുള്ളതാണ് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പുറമേ ഉള്ളതാണ് യാഥാർത്ഥ്യത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത്. യാഥാർത്ഥ്യത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെതായ വഴികൾ വേറെയുണ്ട്. അത് കോടതിയിൽ പോവോ, ഏതെങ്കിലും അധികാരികളുടെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യുമോ, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഉള്ളിൽ നടക്കുന്ന സംഗതി എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരിക എന്നുള്ളതാണ്. അതിനെ നിയന്ത്രിക്കാൻ മറ്റാർക്കും, കോടതിക്കും പറ്റിയാലോ, നാട്ടുകാർക്കും പറ്റിയാലോ, വീട്ടുകാർക്കും പറ്റിയാലോ, അത് എനിക്ക് മാത്രമേ പറ്റുള്ളൂ. അതെങ്ങനെ പറ്റും? ഞാൻ ഈ ലാംഗ്വേജിനെ മാറ്റിയാൽ മതി. അപ്പോൾ ഇനി മുതൽ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഈ പുതിയൊരു ലാംഗ്വേജാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ മറ്റുള്ളവരെ പ്രവർത്തിക്കണമെന്ന് നിർബന്ധമില്ല എന്നൊരു ലാംഗ്വേജ് മാത്രം മതി. ആ ലാംഗ്വേജ് സ്ഥിരം നമ്മൾ കൊണ്ടു നടക്കണം. ഇതാണ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു ചിന്തയാണ് പുതിയ ചിന്ത എന്ന് പറയുന്നത്.
ആദ്യം ഉണ്ടായിരുന്ന ചിന്തേനെ ഞാൻ റീപ്ലേസ് ചെയ്യാണ്, പുതിയ ചിന്ത കൊണ്ട്. ഇത് സ്ഥിരം നമ്മൾ ഈ ചിന്ത കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഈ ചിന്ത കുറെ കഴിയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെന്നിട്ട് അതൊരു വാല്യൂ സിസ്റ്റമായിട്ട് മാറും. ഇതാണ് നമ്മുടെ ബലം എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു വാല്യൂ സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നേരത്തെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കടന്ന വാല്യൂ സിസ്റ്റം ഇതായിരുന്നു: ഞാൻ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ മറ്റുള്ളവർ പ്രവർത്തിക്കണം. അതായിരുന്നു നമ്മുടെ വാല്യൂ സിസ്റ്റം. ഇപ്പോൾ നമ്മൾ അതിനെ മാറ്റി ഒരു പുതിയ വാല്യൂ സിസ്റ്റത്തിനെ ആദ്യമുണ്ടായിരുന്ന വാല്യൂ സിസ്റ്റം കൊണ്ട് റീപ്ലേസ് ചെയ്തു. എന്താണ് പുതിയ വാല്യൂ സിസ്റ്റം? മറ്റുള്ളവർ ഞാൻ വിചാരിക്കുന്ന പോലെ പ്രവർത്തിക്കണമെന്ന് നിർബന്ധമില്ല. ഒരു പുതിയ തോട്ട് നമ്മൾ ജനറേറ്റ് ചെയ്തു, അത് സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ചെയ്തു. പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ അറ്റ് എനി കോസ്റ്റ് നമ്മളെ ആർക്കും ദേഷ്യപ്പെടുത്താൻ പറ്റില്ല. ഈ ഒരു ചിന്ത മനസ്സിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഈ ചിന്തയ്ക്ക് ചിലപ്പം ഇപ്പോൾ പുതിയ ചിന്ത ഉണ്ടാക്കിയ സബ് കോൺഷ്യസ് മൈൻഡിൽ ശരിക്കും രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 മാസം 2 മാസം 6 മാസം എടുത്തു വരും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഹൗ മച്ച് സിൻസിയർലി യു ആർ ഡൂയിങ് ഇറ്റ്. നിങ്ങൾ രണ്ടും കൽപ്പിച്ച് ആദ്യമൊക്കെ ദേഷ്യം വരും, അന്നേരം തിരിച്ചറിയുക, പഴയ തോട്ടാ കിടന്നത്, അതിനെ ഞാൻ ഇത് വെച്ചൊന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോഴത്തേക്കും ദേഷ്യം പോയി. വീണ്ടും എപ്പോഴെങ്കിലും ദേഷ്യം വരും. അപ്പോഴും നമ്മൾ റിയലൈസ് ചെയ്യുക, പഴയ തോട്ട് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ഓവർ എ പീരീഡ് ഓഫ് ടൈം പിന്നെ നമ്മൾ എപ്പോഴും കൂളായിട്ടേ ഇരിക്കുള്ളൂ. എന്ത് സംഭവിച്ചാലും നമ്മളെ ആർക്കും തൊടാൻ പറ്റില്ല. നോ ബഡി ക്യാൻ മേക്ക് യു അൺഹാപ്പി ഓർ ആംഗ്രി. ഇതാ ഞാൻ പറഞ്ഞത്, നോ മോർ ആങ്കർ എന്നുള്ള ലെവലിൽ എത്തുമെന്ന് പറഞ്ഞില്ലേ. അപ്പം ചിലർ ചോദിക്കും, സാറേ ഇത് സാധിക്കുമെന്ന്. സബ് കോൺഷ്യസ് മൈൻഡിൽ വാല്യൂ സിസ്റ്റം ആയി കഴിഞ്ഞാൽ പിന്നെ തന്നെ സാധിക്കാനിരിക്കുന്നത്. സോ യു ആർ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പം ദ മൊമെന്റ് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ദെയർ, നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ഒരു കാലത്തും ദേഷ്യം വരത്തില്ല. അപ്പം ഇറ്റ് വിൽ ടേക്ക് ലിറ്റിൽ ടൈം. അപ്പം ശ്രദ്ധിച്ചോണം, യു ഷുഡ് ബി ഒബ്സർവിങ് യുവർ സെൽഫ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ പറയുന്ന തോമസ് എങ്ങനെയാണ്? ആള് കൂളാണോ? അതേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ദേഷ്യപ്പെടുന്നുണ്ടോ? ഉടനെ പെട്ടെന്ന് മറ്റേ തോട്ട് കൊണ്ടുവന്നിട്ട് റീപ്ലേസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് സാവകാശം കണ്ടു നടക്കാം. Slowly you can open your eyes. ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിനെ പറ്റി വലിയ പിടിപാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അതിനെപ്പറ്റി 2 വാക്കും കൂടെ സംസാരിച്ചേക്കാം. ന്യൂറോ എന്ന് പറഞ്ഞാൽ മനസ്സ്, ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും പ്രോഗ്രാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. ഓരോരോ കാര്യങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം നമ്മൾ ഉള്ളിൽ ചെയ്യും. പുറമേ ഏത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും ഉള്ളിൽ നമ്മൾക്കൊരു പ്രോഗ്രാം വേണം. ഉദാഹരണത്തിന് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് നാളെ ട്രിവാൻഡ്രത്തിന് പോകേണ്ട ഒരു ആവശ്യം വന്നതായിട്ട് ഇന്ന് ഞാൻ അറിയും. ഉടനെ ഞാൻ അതിനെ പ്രോഗ്രാം ചെയ്യും. എന്താണ് പ്രോഗ്രാം ചെയ്യുന്നത്? ഉള്ളിൽ പറയും, നാളെ ട്രിവാൻഡ്രത്തിന് പോകണം, അതിന് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പം മനസ്സ് ചോദിക്കും, ഏത് ട്രെയിന് പോകണോ ബസ്സിന് പോകണം? എന്നാൽ ഞാൻ തന്നെ തീരുമാനിക്കും, ബസ്സിന് പോയി കഴിഞ്ഞാൽ ഇത്ര മണിക്ക് എത്താൻ പറ്റും,
ട്രെയിനിൽ പോയാൽ ഇങ്ങനെയൊക്കെയാണെന്ന് ഇങ്ങനെ ചില സംസാരങ്ങൾ നടന്നു കഴിഞ്ഞിട്ട് ഈ മനസ്സിൽ തീരുമാനിക്കുമ്പോൾ ട്രെയിൻ അങ്ങ് പോയേക്കാം. ഓക്കെ, അത് തീരുമാനിച്ചു കഴിഞ്ഞു, ട്രെയിനിൽ പോയേക്കാം. ഇപ്പൊ ട്രെയിനിൽ പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എത്ര മണിക്ക് ഇറങ്ങണം? 6 മണിക്ക് എത്തണം. അപ്പോൾ നമ്മൾ എത്ര മണിക്ക് എഴുന്നേക്കണം? ഞാൻ എത്ര മണിക്ക് എഴുന്നേക്കണം? 5 മണിക്ക് എഴുന്നേക്കണം. അപ്പോൾ രാവിലത്തെ റുട്ടീൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ട്രെയിൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നു. അവിടുന്ന് ട്രെയിനിൽ കയറിയിട്ട് ഇൻ ബിറ്റ്വീൻ ഒരു ചായ കാപ്പിയൊക്കെ കുടിക്കുന്നു. 9 മണിയാകുമ്പം ട്രിവാൻഡ്രത്ത് ചെല്ലുന്നു. ഇത്രയും സംസാരം മനസ്സിൽ നടക്കും. ഇത്രയേ ഉള്ളൂ. ഒരു പ്രാവശ്യം മാത്രം സംസാരം നടന്നാൽ മതി. ഇതേശിക്കോട് പ്രോഗ്രാമിങ്. ഇനി രണ്ടാമത് നിങ്ങൾ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇത് നമ്മളെ ഫിക്സ് ചെയ്തു. ദിസ് ഇസ് പ്രോഗ്രാം. രണ്ടാമത് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേക്കുമോ? ചോദ്യം തുടങ്ങി. അയ്യോ, ഞാൻ മറന്നുപോയെങ്കിലോ, ഉറങ്ങിപ്പോയെങ്കിലോ? അപ്പോൾ ആങ്സൈറ്റി വരും. അപ്പം രണ്ടാമത് നമ്മൾ ഒരു പരിപാടിക്കും പോകേണ്ട തീരുമാനിച്ചു കഴിഞ്ഞു, പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രോഗ്രാമിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ പ്രോഗ്രാം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ചെയ്തു. ഇനി വേണമെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു വേണം. ആരെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ചേക്കണം 6 മണിക്ക് എന്നെ എഴുന്നേൽപ്പിക്കാൻ, അല്ലെ 5 മണിക്ക് എഴുന്നേൽപ്പിക്കാൻ. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം പ്രോഗ്രാം അനുസരിച്ച് നടന്നോളൂല്ലോ. അതാണ്. അല്ലെങ്കിൽ അലാം വെച്ചേക്കണം. അപ്പം രണ്ടാമത് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ പേരാണ് ഓവർ തിങ്കിങ്. ഓവർ തിങ്കിങ് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ അവിടെ ചെല്ലുമ്പോൾ ട്രെയിൻ കിട്ടുമോ, ട്രെയിൻ എന്തെങ്കിലും സംഭവിക്കുമോ, സ്ട്രൈക്ക് വല്ലതും ഉണ്ടാകുമോ, ഇങ്ങനെ ഓവർ തിങ്കിങ് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ പേരാണോ ആങ്സൈറ്റി. അപ്പോൾ അതിനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഡീൽ ചെയ്തോണം. അപ്പോൾ ഇതെല്ലാം ചോദിക്കുന്ന മനസ്സാണ്, ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ്. അപ്പോൾ തിരിച്ച് മനസ്സിനോട് ചോദിക്കുക, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഞാൻ ആദ്യം ഓൾറെഡി പ്രോഗ്രാം ചെയ്താണല്ലോ. ട്രെയിൻ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. അതെന്തിനാ നീ ചോദിക്കുന്ന? ട്രെയിൻ എല്ലാ ദിവസവും ഉള്ളതല്ലേ. ഉണ്ടാകുകയില്ലെന്നിട്ട് ഇപ്പോൾ അവിടെ ചെല്ലുമ്പോഴല്ലേ അറിയത്തുള്ളൂ. അങ്ങനെ ചോദിച്ച് അവൻ്റെ ചോദ്യം അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യണം. അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ആരും മനസ്സ്. സോ യുവർ പ്രോബ്ലം ഈസ് യുവർ മൈൻഡ്. അപ്പോൾ അവനെ തല പൊക്കാൻ സമ്മതിക്കരുത്. അവൻ തല പൊക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം എല്ലാം കലങ്ങിപ്പോകും. അതിനെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സ് ശാന്തമായിട്ടിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മളിപ്പം ആദ്യം ഈ റിലാക്സേഷൻ ചെയ്തത്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ മനസ്സിലിങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു 2 മിനിറ്റ് ഇരിക്കുക, ബ്രീത്ത് ചെയ്യുക, അതിൽ ശ്രദ്ധിക്കുക, മനസ്സിനെ റിലാക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഈ റിലാക്സേഷൻ്റെ കുറവ് കൊണ്ടാണ് ഈ ആങ്സൈറ്റി വരുന്നത്. ഈ വലിയ വലിയ മെഡിറ്റേഷൻ്റെ പുറകെയൊന്നും പോകേണ്ട ആവശ്യമില്ല. പോകാൻ പറ്റുന്നവർ പൊയ്ക്കോളൂ. ഇല്ലെങ്കിൽ ഇത് മതി. ഇത് തന്നെ മെഡിറ്റേഷനാണ്. നമ്മുടെ മനസ്സിനെ കാമാക്കുക എന്നുള്ളതാണ്. ഈ മനസ്സിനെ പറ്റി പൊതുവെ പറയുന്നത് ഇറ്റ്സ് എ ജമ്പിങ് മങ്കി എന്നാണ് പറയുന്നത്. നിങ്ങളൊക്കെ സൈക്കോളജി കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, യുവർ മൈൻഡ് ഈസ് എ ജമ്പിങ് മങ്കി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പല കാര്യത്തിൽ അവിടെ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ജമ്പിങ് മങ്കീനെ അവിടെ കെട്ടിയിട്ട് എവിടെ? ബ്രീത്തിങ്ങിൽ. അവൻ ബ്രീത്തിങ് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. അപ്പം പിന്നെ പുറത്തേക്ക് അവൻ പോകുന്നില്ല. ഒരേ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴേ നമ്മൾ റിലാക്സ്ഡ് ആകും. ഞാനും എൻ്റെ മനസ്സും കൂടെ സെപ്പറേറ്റ് ചെയ്തു, എൻ്റെ ശരീരം കൂടെ സെപ്പറേറ്റ് ചെയ്തു. ഐ ആം എ വിറ്റ്നസ്, ഐ ആം വാച്ചിങ് മൈ ബോഡി റിലാക്സിങ്. അപ്പം എന്നെ എൻ്റെ ബോഡിയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് റിലാക്സേഷൻ എന്ന് പറയാം. ഐ ആം ഓൺലി എ വിറ്റ്നസ്, ഐ ആം വാച്ചിങ്. അപ്പം ദാറ്റ് ഈസ് കോൾഡ് റിലാക്സിങ്. മനസ്സ് ശാന്തമായി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിനെ നമ്മൾ ശാന്തമാക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ഇൻറ്റേർണൽ പവർ കൂടും, സ്ട്രെങ്ത് കൂടും. ആ മനസ്സിൻ്റെ സ്ട്രെങ്ത് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിംഗ് എപ്പോഴും കറക്റ്റായിട്ട് പോയിക്കോളും. അല്ലെങ്കിൽ സംഭവിക്കുകയാണെന്ന് വെച്ചാൽ മനസ്സ് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. നാട്ടുകാര്യത്തിൽ കൂടെ, വേണ്ടാത്ത കാര്യത്തിൽ കൂടെ എല്ലാം പോയിക്കൊണ്ടിരിക്കും. ബൈ ഡൂയിങ് ദാറ്റ് മൈൻഡിൻ്റെ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സ് എപ്പോഴും മനസ്സിനൊരു ഹൈ എനർജിയിലായിരിക്കണം. ആ എനർജി നിർത്തണമെന്നുണ്ടെങ്കിൽ മനസ്സ് ഒരിക്കലും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ കൂടെ ഇടപെടാൻ പാടില്ല. പക്ഷെ മനസ്സിൻ്റെ ഒരു ടെൻഡൻസിയാണ്
അവിടെ നോക്കുക, ഇവിടെ നോക്കുക, വേണ്ടാത്ത കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കാൻ പോകും. ഏത് നേരം ഒരു പണിയില്ലെങ്കിൽ ചാനലിലേക്ക് കയറി അവിടെ കയറി നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഒരു കാര്യമില്ല. അപ്പൊ വഴി കൂടെ ഒരാൾ പോവുകയാണെങ്കിൽ അങ്ങോട്ടൊന്ന് നോക്കി അവരാ വഴിക്ക് പോയിക്കോട്ടെ. സോ വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുമ്പം പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഇപ്പം ഇരിക്കുമ്പം ഒരു ചെണ്ടക്കുട്ട അതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനിതിനകത്ത് ചെക്ക് ചെയ്യാൻ പോകുന്ന ആരാണെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു അതിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരെ. ചെണ്ട കൊട്ടുന്നവർ ചെണ്ട കൊട്ടിക്കോട്ടെ. ഇതാണ് നമുക്ക് ആവശ്യമുള്ള കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. അപ്പം മനസ്സിന്റെ ടെൻഡൻസിയാണ് ഇങ്ങനെ നാട്ടുകാർ മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. എനിക്ക് നാളെ ട്രിവാൻഡ്രത്ത് പോകുന്നുള്ള ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിച്ചാൽ മതി. എന്തിനാ ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? അപ്പൊ മനസ്സിനെ നമ്മൾ ഒരേ കാര്യത്തിൽ തന്നെ നടത്തുന്നതിനാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യം മാത്രം, നമുക്ക് രണ്ട് കാര്യം ചെയ്യാൻ സാധിക്കാമല്ലോ ഒരു ഒരു സമയത്ത്. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത്രയുള്ള ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഗതിയാണ്. നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നത് അവര് ജീവിക്കുന്നത് പ്രോഗ്രാമിൽ കൂടെയാണ്. മനസ്സിനെ എപ്പോഴും പ്രോഗ്രാം ചെയ്തുകൊണ്ടാണ്. അപ്പൊ നമുക്ക് പറ്റുന്നതെന്നു വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ പല കാര്യങ്ങളും നടക്കാതെ വരും. അപ്പൊ നമുക്ക് ദേഷ്യം, സങ്കടം, പേടി, വെറുപ്പ് ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനെ നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വെറുപ്പ് വന്നാലും ദേഷ്യം വന്നാലും പേടി വന്നാലും അസൂയ വന്നാലും അത് മാറണം എന്നുണ്ടെങ്കിൽ ഒരു പുതിയ ചിന്തയെ കൊണ്ടുവരണം. ഇപ്പൊ വെറുപ്പ് വരിക എന്ന് പറഞ്ഞാൽ എന്താ? വെറുപ്പെന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു ദേഷ്യത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ ഇതെന്നാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അത് കാണുമ്പോൾ ഒരു അരിശം വരുന്നു, ഒരു ദേഷ്യം വരുന്നു, അതാണ് വെറുപ്പ്. ഇനി പേടി വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? പേടി എന്ന് പറഞ്ഞാൽ ഒരു പാമ്പിനെ കണ്ടു കഴിയുമ്പോൾ എന്താ പേടി എന്ന് പറഞ്ഞാൽ ഇതെന്നെ കടിക്കുവോ? ഈ കടിക്കുക എന്നുള്ളതാണ് ലാംഗ്വേജ്. അപ്പൊ എന്ത് പറയണം? ഇത് മനസ്സ് ചോദിക്കണം. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ആങ്സൈറ്റി ഉണ്ടാക്കുന്ന പറഞ്ഞാൽ മനസ്സ് ചോദിക്കുന്നത് ഈ പാമ്പ് കടിക്കുവോ? ഉടനെ മനസ്സിനോട് ചോദിക്കണം, എനിക്കറിയത്തില്ല. നമുക്കറിയാം പാമ്പ് കടിക്കുമോ ഇല്ലെന്നുള്ളത്? അറിയത്തില്ല. ഇത്രയേ ഉള്ളൂ. ചോദിച്ചതിന്റെ ഉത്തരം കൊടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ പലതും പറയും. അയ്യോ ഇത് കടിച്ചാലോ? കടിച്ചാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മൾ ആശുപത്രിയിൽ പോകണം, അല്ലേ? പിന്നെ മനസ്സിൽ ചോദിക്കാനൊന്നുമില്ലല്ലോ. കടിച്ചാൽ മരിച്ചു പോകുമോ? ഓ അതറിയത്തില്ല, എന്നെ ഇപ്പൊ കടിച്ചിട്ടില്ല, ഞാൻ മരിച്ചിട്ടില്ല, അതുകൊണ്ട് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? സിമ്പിൾ ആൻസർ കൊടുത്താൽ മതി. പിന്നെ മനസ്സിന് ഇങ്ങോട്ട് ചോദിക്കാനൊന്നുമില്ല. നമ്മൾ ഈ ചോദിക്കുന്നതിന്റെ ഉത്തരം കൊടുക്കാതിരിക്കുമ്പോഴാണ് ഒരു ആങ്സൈറ്റിയുടെ അത് മാറുന്നത്. ഇതുപോലെ എന്തും ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. എന്താണ് സങ്കടം വരുന്നത്? അയ്യോ മരിച്ചു പോയല്ലോ. അത്രയേ ഉള്ളൂ മനസ്സ് പറയുന്നത്. അയ്യോ എൻ്റെ ചേട്ടൻ മരിച്ചു പോയല്ലോ, എൻ്റെ അപ്പം മരിച്ചു പോയല്ലോ. അപ്പൊ തിരിച്ചു പറയാം, യെസ് മരിച്ചു പോയി, തീർന്നു. പിന്നെ മനസ്സിന് ചോദിക്കാനൊന്നുമില്ല. ഉണ്ടോ? എല്ലാം ചോദിക്കോ പിന്നെ? ഇനി എനിക്ക് ആരാ ഉള്ളത്? ആരാ ഉള്ളതെന്ന് വെച്ചാൽ ഈ ആളില്ല, അല്ലേ?
ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ ഭാര്യമാര് ചോദിക്കുന്നതാണ്, അയ്യോ ഇനി എനിക്ക് ആരാ ഉള്ളത്? ഇനി നിങ്ങൾക്ക് ഈ ഭർത്താവില്ല, വേണം നിങ്ങൾക്ക് വേറെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വേറെ ഭർത്താവ് ഉണ്ടാകും, ഇല്ലേ? നിനക്ക് ആങ്ങളമാരുണ്ട്, അല്ലെങ്കിൽ അപ്പനുണ്ട്, ആരെങ്കിലുമൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ, തീർന്നു. മനസ്സ് ചോദിക്കുന്നതിന്റെ ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. സോ ഡീൽ ദ കമ്മ്യൂണിക്കേഷൻ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദ മൈൻഡ്. അപ്പൊ ചിന്ത എന്താണെന്ന് പറഞ്ഞാൽ ഉള്ളിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ്. അത് കംപ്ലീറ്റ് ആകുക എന്നുള്ളതാണ് NLPയുടെ ലക്ഷ്യം. മറ്റുള്ള സൈക്കോളജിയിൽ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിന്തകൾ എന്ന് പറഞ്ഞാൽ ചിന്തകൾ, തോട്ട് മീൻസ് തോട്ട്. വാട്ട് ഈസ് തോട്ട്? ഇറ്റ് ഈസ് ലാംഗ്വേജ്. ആ ലാംഗ്വേജിനെ കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം. ഉള്ളിൽ നടക്കുന്ന ലാംഗ്വേജ് എന്നാന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന് ഉത്തരം കൊടുക്കുക, അത്രേ ഉള്ളൂ. അക്സെപ്റ്റ് ദ റിയാലിറ്റി ആസ് ഇറ്റ് ഈസ്. മരിച്ചുപോയി, മരിച്ചുപോയി ഒരു സെക്കൻഡ്. ചതല, ഞാനൊരു ക്ലാസ്സിലാണ്, നാളെ ഞാൻ ഇവിടെ തിരിച്ചു വിളിക്കാം. ഇതാണ് ഉള്ളിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആയതാണ് നമ്മുടെ പ്രശ്നം മുഴുവൻ. അതിനെ കംപ്ലീറ്റ് ചെയ്താൽ അപ്പം തീരും പ്രശ്നം. മനസ്സിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തിനും ഇമ്മീഡിയറ്റ് സൊല്യൂഷനാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. എന്തുകൊണ്ടാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്? നമ്മുടെ 5 സെൻസറി ഓർഗൻ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, ഫീൽ ചെയ്യുന്നു, മണക്കുന്നു, ഫീൽ ചെയ്യുന്നു. ഇങ്ങനെ 5 തരത്തിലാണ് പുറമേയുള്ള കാര്യങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ ഉള്ളിലേക്ക് ഈ സംഗതി വരുമ്പം ഉള്ളതുപോലെ അത് വരുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം, അല്ലേ? ഉള്ളതുപോലെയാണോ വരുന്നത്? അതിന് നമ്മൾ വേറൊരു രീതിയിൽ അതിൻ്റെ ഷേപ്പൊക്കെ മാറ്റിയിട്ടാണ് ഉള്ളിലേക്ക് കയറ്റുന്നത്. ഇപ്പോൾ ഒരാൾ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ മകളുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു. ദേഷ്യം വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അവള് പറഞ്ഞത് അല്ലെ അവളുടെ പ്രവൃത്തി നമ്മുടെ ഉള്ളിലേക്ക് കയറ്റിയതിൻ്റെ അകത്ത് അല്പം ഒരു അപാകത ഉണ്ടായി. അവള് മിണ്ടുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റുന്ന അവളെ മിണ്ടുന്നില്ലെന്ന് അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് അങ്ങനെ കയറ്റി വെച്ചാൽ മതി. അപ്പൊ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ലാംഗ്വേജും കൂടെ കയറ്റി വിട്ട്, അതാണ് നമ്മുടെ പ്രശ്നം. എന്തുകൊണ്ട് നിനക്ക് മിണ്ടിക്കൂടാ? യാഥാർത്ഥ്യം എന്താണ്? അവൾ മിണ്ടിയില്ല എന്നുള്ളതാണ്. അത് കയറ്റിയാൽ മതിയായിരുന്നു. അത് കയറ്റിയാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് സംസാരിച്ചു, അവിടെ വലിയ താല്പര്യം കാണിച്ചില്ല, തീർന്നു. ദാറ്റ് ഈസ് ദ എൻഡ്. അപ്പം നമ്മൾ അതിൻ്റെ കൂടയത്തിൽ ഒരു സംഗതി കയറ്റി, അവള് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ളത് അങ്ങനെ തന്നെ കയറ്റിക്കാൻ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കടക്കേണ്ട ആവശ്യമില്ല. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഒരു ലേബലും കൂടെ കയറ്റി വിട്ടു, അവള് സംസാരിക്കേണ്ടതാണ്. അതൊക്കെ സംസാരിച്ചില്ലല്ലോ, വേറെ കാര്യങ്ങളൊക്കെ എന്തിനാ അതിൻ്റെ കൂടെ കയറ്റുന്നത്? നമ്മൾ അഡീഷണൽ ആയിട്ട് പല കാര്യങ്ങളും സംഭവിക്കുന്നതിൻ്റെ കാര്യത്തിൻ്റെ കൂടെ കയറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പാമ്പ് അതിലേ അങ്ങ് കടന്നു പോകുന്നു, അത്രയേ ഉള്ളൂ. അത് പൊക്കോട്ടെ. അപ്പൊ ആ പാമ്പിനെ കടിക്കുന്ന പാമ്പൊക്കെ ആക്കി മാറ്റുന്നത് എന്തിനാ? ആ പാമ്പിന്റെ വഴിക്ക് പോയില്ലേ. പക്ഷെ നമ്മളത് നമ്മുടെ ഉള്ളിൽ കയറ്റി ഇട്ടിരിക്കുന്ന പാമ്പിന് ചില പ്രത്യേകതകളെ നമ്മൾ കൂട്ടി കയറ്റി കടിക്കുന്ന പാമ്പാക്കി, പേടിപ്പിക്കുന്ന പാമ്പാക്കി. ഇതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന യാഥാർത്ഥ്യങ്ങളെ മുഴുവനും കൂടെ അയാഥാർത്ഥ്യമാക്കി മാറ്റും, യാഥാർത്ഥ്യം അല്ലാതെ ആക്കി മാറ്റും. അതാണ് നമ്മുടെ പ്രശ്നം. അതാണ് നമ്മുടെ പ്രശ്നമായിട്ട് ഉള്ളിൽ കിടക്കുന്നത്. യാഥാർത്ഥ്യങ്ങളൊന്നും നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നില്ല. യാഥാർത്ഥ്യത്തിനെ നമ്മളൊന്ന് അതിൻ്റെ ഷേപ്പ് മാറ്റിയിട്ടാണ് കയറ്റുന്നത്. അപ്പം നമ്മളിവിടെ NLP കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഷേപ്പ് മാറ്റി കിടക്കുന്നതിനെ ഒന്ന് നേരെയാക്കുക എന്നുള്ളതാണ്.
ഏതിനെയും നേരെയാക്കും. അതാണ് NLP കൊണ്ട് സംഭവിക്കുന്നത്. അപ്പൊ അകത്തോട്ട് കയറിയ ലോകം മൊത്തമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പം അതിൻ്റെ ഷേപ്പ് മാറ്റിയിട്ടാണ് നമ്മൾ കയറ്റുന്നത്. അപ്പൊ അകത്ത് കയറ്റിയ ലോകത്തിന്റെ ഷേപ്പ് റിയലാക്കി മാറ്റുന്ന ഒരു പണിയാണ് NLP കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. നേരെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. അതാണ് NLPയുടെ ലക്ഷ്യം. അപ്പം നമ്മൾ NLPയുടെ ക്ലാസ്സിൽ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഹൗ ടു മേക്ക് ദ ഇന്റേണൽ വേൾഡ് റിയാലിറ്റി. റിയാലിറ്റി അല്ല നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്, നോൺ റിയാലിറ്റിയാണ്. ഷേപ്പ് മാറ്റിയിട്ട് ഡിസ്റ്റോർട്ടഡ് ആയിട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുന്നത്. അതിനെ മുഴുവൻ സ്ട്രെയിറ്റ് ആക്കി മാറ്റുക. സ്ട്രെയിറ്റ് ആക്കി മാറ്റി കഴിയുമ്പോൾ അവിടെ പ്രശ്നം തീർന്നു. ഒരാളിപ്പോൾ കടം മേടിച്ചു നമ്മുടെ അടുത്തുനിന്ന്, 2 ആഴ്ച കഴിയുമ്പോൾ തിരിച്ചു തരാമെന്നാണ് പറഞ്ഞത്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ പറയാണ്, ഞാൻ ആ കാശ് തന്നല്ലോ. അയാൾ തന്നില്ലെന്നുള്ളത് നമുക്കറിയാം, പക്ഷെ അയാൾ പറഞ്ഞത് എന്താണ്? ഞാൻ തന്നു എന്നുള്ളതാണ്. അപ്പൊ യാഥാർത്ഥ്യം എന്താണ്? അയാൾ പറഞ്ഞ അയാൾ തന്നോ ഇല്ലെന്നുള്ളതല്ല, അയാൾ പറഞ്ഞ സെന്റൻസ് അല്ലേ, അതല്ലേ ഇപ്പൊ ഉണ്ടായത്. ഞാൻ തന്നു എന്ന് ആ വ്യക്തി പറയുന്നു. അപ്പൊ നമ്മൾ കേട്ടുന്നതല്ലേ എന്താണ്? നീ തന്നിട്ടില്ല എന്ന്. അപ്പൊ പുറം ലോകം എന്താണ്? ഞാൻ തന്നിട്ടുണ്ട്. അത് കേട്ടുന്നതിന് പകരം നീ തന്നിട്ടില്ല എന്ന് ഞാൻ കേട്ടു. അപ്പൊ തന്നിട്ടില്ല എന്നുള്ള ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അപ്പോൾ അവൻ പറഞ്ഞത് അവനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. നുണ പറഞ്ഞതിലൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് കോടതി കൊണ്ട് കേസ് കൊടുക്കാം, അയാൾ ഇങ്ങനെ പറയുന്നു. പക്ഷെ അതിൻ്റെ പേരിൽ എൻ്റെ ഉള്ളിൽ ദേഷ്യം വരേണ്ട ആവശ്യമില്ലല്ലോ. ദേഷ്യം പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ അയാൾ പറഞ്ഞ വാക്ക് കയറ്റിയിടണം, ഞാൻ തന്നിട്ടുണ്ട്, പിന്നെ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ പൈസ തന്നിട്ടില്ല, അത് നമ്മൾ കൊണ്ട് കേസ് കൊടുക്കാം. അപ്പൊ ദേഷ്യം വരാതെ കൊണ്ട് ശാന്തമായിട്ടിരുന്ന് നമുക്ക് കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാൻ പോകുമ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും. വക്കീലിനെ കാണുമ്പോൾ കാര്യങ്ങൾ പറയാൻ നമുക്ക് കിട്ടാതെ വരും, ദേഷ്യത്തിലായിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളെപ്പോഴും ശാന്തമായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ യാഥാർത്ഥ്യം എന്താണോ അതേ ഉള്ളിലേക്ക് കയറ്റണം. ബാക്കി കേസും കാര്യങ്ങളൊക്കെ ബാക്കി കോടതിയിലെ കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ്, അതിന് പൊക്കോണം. അതിന് നമുക്കിവിടെ ഉത്തരവാദിത്വമൊന്നുമില്ല, അത് സൈക്കോളജി ഒന്നും പറയുന്നില്ല. എൻ്റെ ഉള്ളിനെ ശാന്തമാക്കി ഇരുത്തണം എന്നുണ്ടെങ്കിൽ പുറമേ നടന്ന കാര്യങ്ങൾ അതുപോലെ കേട്ടണം. അയാൾ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, ഓക്കെ, അപ്പോൾ പ്രശ്നമില്ല ഉള്ളിൽ. പക്ഷെ നമ്മുടെ റെക്കോർഡും പ്രകാരം അയാൾ തന്നിട്ടില്ല, നമ്മുടെ അതിൻ്റെ റെക്കോർഡുണ്ട്. നമ്മൾ കൊണ്ട് കേസ് കൊടുക്കുന്നു, വിറ്റ്നസ് ചെയ്യുന്നു, അവിടെ കേസ് കളിക്കുന്നു. അപ്പോൾ നമ്മൾ അയാളെ കാണുമ്പോൾ നമ്മളൊക്കെ അയാളുടെ ദേഷ്യം തോന്നേണ്ട ആവശ്യമില്ല. കോടതിയിൽ പോകുന്ന വഴിക്ക് അയാളെ കാണുകയാണെങ്കിൽ അയാൾ ചിലപ്പോൾ നമ്മുടെ ചായ കുടിക്കാൻ ഒരു ചായ ഓഫർ ചെയ്യും, അവിടെ കൂടെ പോയി ചായ കുടിക്കാൻ പോകാം, ശാന്തമായിട്ട് ചായ കുടിച്ചിട്ട് പോകാം. അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ അടി ഉണ്ടാക്കാം നമ്മൾ. അപ്പം കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ മനസ്സ് ശാന്തമാകണം. മനസ്സ് ശാന്തമാകണമെന്നുണ്ടെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ മാത്രമേ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ഡിസ്റ്റോർഡർ ആയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ശാന്തത നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എന്തിനാണ് NLP പ്രാക്ടീസ് ചെയ്യുന്നത്? മനസ്സ് എപ്പോഴും ശാന്തമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ശാന്തമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ലോകത്തിൽ ഓടിക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ കാര്യം. അത് കുടുംബത്തിലായാലും സമൂഹത്തിലാണെങ്കിലും ശാന്തമായിട്ട് നമുക്ക് പെരുമാറണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് കിടക്കുന്ന ലോകം ശാന്തമായിട്ടിരിക്കും. പുറത്തുള്ളതിനെ അതിൻ്റെ വഴിക്ക് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അകവും പുറവും കൂടെ മിക്സ് ചെയ്യാൻ പാടില്ല. പുറത്തെ കാര്യങ്ങൾ പുറത്ത്, അകത്തെ കാര്യങ്ങളാകും. അകം ശാന്തമാക്കി വെക്കാൻ, എൻ്റെ മനസ്സിനെ ശാന്തമാക്കി വെക്കാൻ ഞാൻ ആദ്യം തീരുമാനിക്കണം, ശാന്തമാക്കി വെക്കണോ വേണ്ടയോ. ശാന്തമാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഇനി നിങ്ങൾ കൊടുത്ത കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതി പോക്കോ, അതിൻ്റെ പേര് നിങ്ങൾ ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. അങ്ങനെയുണ്ട്, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ.
ജോർജ് സാറേ, എന്നെ ഇല്ല. കൺഫ്യൂഷൻ വല്ലതും ഉണ്ടോ? ഇല്ല, എനിക്കില്ല. ഇല്ല. ഇതിനെ പലർക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അകവും പുറവുമായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നം. ദേഷ്യം വന്നുകൊണ്ട് നിങ്ങൾക്ക് കാശ് കിട്ടുമെന്നാണ് എൻ്റെ ചോദ്യം. ദേഷ്യം വന്നതിന് കൊണ്ട് എന്തെങ്കിലും പരിഹാരം കിട്ടുമെന്നാണ് ചോദ്യം. കൈ കാണിച്ചു, ബസ് നിർത്തിയില്ല, നിങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ബസ്സിന്റെ വഴിക്ക് പോയി, അത്ര തന്നെ. നിങ്ങൾ ഉടനെ ദേഷ്യപ്പെടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ നല്ല ഐഡിയ കിട്ടും എന്ത് ചെയ്യണം എന്നുള്ളത്. ഒന്നെങ്കിൽ ടാക്സി പിടിക്കണം എന്നുള്ളതോ, അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും ഒരു ലിഫ്റ്റ് ചോദിക്കണം എന്നുള്ള ഐഡിയ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൈയും കാലിട്ട് പറപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ദേശത്തോട് ആയിരിക്കും നിങ്ങളുടെ ഓഫീസിലേക്ക് എല്ലാം പോകുന്നത്. അവിടെ ചെന്നിട്ട് മൊത്തം കുളമാക്കും. അപ്പം നമ്മുടെ മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിൽ നിർത്തുക എന്നുള്ളതാണ് NLPയുടെ ലക്ഷ്യം. അപ്പൊ പുതിയ ചിന്തകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സച്ച് എ വേ ദാറ്റ് വി റിമെയിൻ ഓൾവേസ് കൂൾ. ശാന്തമായിട്ട് മനസ്സിലിരിക്കുക. ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച മുതൽ ഒരു ക്ലാസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് വേണ്ടവർ ചോദിച്ചാൽ മതി, ഞാൻ അയച്ചു തന്നേക്കാം. അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടേക്കാം. കോഴ്സിൻ്റെ കോർഡിനേറ്റർ സ്റ്റീഫൻ സാറാണ്. അദ്ദേഹത്തിന് ഒരു 3000 രൂപ നിങ്ങൾ ഏൽപ്പിക്കേണ്ടി വരും. ഗൂഗിൾ പേ ആയിട്ട് അയച്ചാൽ മതി.